അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുവാൻ ഭൂതങ്ങൾ ഇപ്പോഴും മറഞ്ഞിരിപ്പുണ്ട്. കൗമാരക്കാരെയും യുവാക്കളെയും ആറ്റുനോറ്റു വളർത്തിയെടുത്ത മാതാപിതാക്കളുടെ ഹൃദയം തകരുകയാണ്. ഭൂതം പിടിച്ച ഉണ്ണികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ കാലത്ത് അവരുടെ തിരിച്ചറിവിലേക്ക് ശ്രീഹരി ബാലഗോകുലം മറ്റത്തൂർക്കുന്ന് ഒരു നാടകം അവതരിപ്പിക്കുകയാണ്. നാടകം ഭൂതം. നാടകരചന രഞ്ജിത്ത് ശിവ. സംവിധാനം സന്ദീപ് സതീഷ്. ദീപവിധാനം സലീഷ് മാടപ്പാട്ട്, കാർത്തിക് MS, ഋതിക് MS. ചമയം ശശി നാട്ടിൻപുറം. രംഗസജ്ജീകരണം പ്രസാദ് ശേഖർ. നാടകം ആരംഭിക്കുന്നു. ഭൂതം. മോനെ ഏത് കഥയാ കേക്കണ്ടേ? അമ്മക്ക് ഇഷ്ടമുള്ളത് പറ. എന്നാ കഥയുള്ളൊരു കവിതയായാലോ? കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർ നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവമ്പിളിപ്പൂങ്കുല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. മോന് ഈ വരികൾ ഇഷ്ടായോ? ഇതാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയായ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് എന്ന കവിതയുടെ തുടക്കം. എന്ത് രസമുള്ള ഭൂതമാണല്ലേ അമ്മേ. അമ്മ ഇങ്ങനെ പാടി കാണിച്ചു തന്നപ്പോൾ എനിക്ക് ആ ഭൂതത്തെ നേരിട്ട് കാണാൻ കൊതിയാവുന്നു. കാതിൽ പിച്ചളത്തോട, കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ, അരുകിൽ അനുഗണി ചായ കിരീടം, തലയിൽ അണിഞ്ഞൊരു കരിമ്പൂതം. അങ്ങനെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കിരീടമൊക്കെ വെച്ച് കാഴ്ചക്ക് നല്ല ചന്തത്തിലാണ് ഭൂതം വരുന്നതെങ്കിലും ഭൂതത്തിന്റെ കയ്യിലിരിപ്പ് അത്ര ശരിയായിരുന്നില്ല. ആ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭൂതം ഉണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തി. ഭൂതം പതിയിരിക്കുന്ന വഴിയിലൂടെ പോകാൻ ആളുകൾ പേടിച്ചു തുടങ്ങി. എവിടെ ഇരുന്നാണ് ഭൂതം ആളുകളെ പേടിപ്പിച്ചതമ്മേ? ആളുകളുടെ വീട്ടിലേക്കൊക്കെ ഭൂതം വന്നോ? ഇല്ല, വീട്ടിലേക്ക് വന്നില്ല. പറയന്റെ കുന്നിന്റെ ചെരുവിലുള്ള പാറക്കെട്ടിനടിയിലിരുന്ന് കിളിവാതിലിലൂടെ ഉണ്ട കണ്ണും തുറന്നു വെച്ച് വഴിയിലൂടെ പോകുന്നവരെ പകൽ സമയത്ത് ഭൂതം ഒളിച്ചിരുന്ന് നോക്കും. അയ്യോ, നേരത്തെ തോന്നിയത് പോലെയല്ല, ഇപ്പോൾ ഭൂതത്തിന് പതുക്കെ പേടിയാവുന്നു. എന്തിനാണ് ഭൂതം ഒളിച്ചിരുന്ന് ഉണ്ടക്കണ്ണൂറ്റി ആളുകളെ നോക്കുന്നത്? അത് പറയാം.
പാടത്തും മറ്റും പശുക്കളെ മേച്ച് നടക്കണ ചെറുക്കന്മാർ ഉച്ചവെയിൽ സഹിക്കാണ്ടാവുമ്പോ ഏതെങ്കിലും മരത്തിന്റെ തണൽ തേടി വന്നിരിക്കും. ഈ തക്കം നോക്കി ഒറ്റയ്ക്ക് മെയ്യുന്ന പശുക്കളുടെ അടുത്തെത്തി ഭൂതം പാല് കുടിക്കും. അന്തിനേരത്ത് ബന്ധുക്കളുടെ വീട്ടിലേക്കോ മറ്റോ കാര്യങ്ങൾക്കോ ആയി ധൃതിയിൽ പോകുന്നവരെ ഭൂതം അകലേക്ക് എങ്ങുമെത്താത്ത ദൂരത്തേക്ക് വഴി തെറ്റിച്ചു വിടും. വഴി തെറ്റിയ ഇവർ പോകേണ്ട ദിക്കറിയാതെ വല്ലാണ്ടാവും. ക്ഷീണിതരായവരുടെ കയ്യിൽ നിന്ന് മുറുക്കാനും മറ്റും ഈ ഭൂതം മേടിച്ചെടുക്കും. ഈശ്വര, അപ്പോൾ ഈ ഭൂതം മാത്രം നിസാരക്കാരനല്ലേ അമ്മേ? കേൾക്കും തോറും എനിക്ക് പേടി കൂടുന്നു. തീർന്നില്ല ഭൂതത്തിന്റെ വികൃതികൾ. നിലാവുള്ള പാതിരാത്രി തലമുടിയും കോന്തി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വഴിവക്കിൽ ചെന്ന് നിൽക്കും. സമയം തെറ്റി വരുന്ന ചെറുപ്പക്കാരെ കണ്ണും കൈയും കാണിച്ച് ആകർഷിക്കും. എന്നിട്ട് 7 നില മാളികയെന്ന് ഈ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കരിമ്പനയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലും. കരിമ്പനയുടെ കുരലിൽ കൊണ്ടുവച്ച് അവരെ തഴുകി ഉറക്കും. ഈ ചെറുപ്പക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭൂതം അവരുടെ ചോര കുടിക്കാൻ തുടങ്ങും. എന്നിട്ട് എല്ലും മുടിയുമെല്ലാം താഴെയുള്ള പറയന്റെ കുന്നിന്റെ ചെരുവിലെ പാറയിലേക്ക് വലിച്ചെറിയും. ഈ അമ്മ ഇത് കേട്ടതോടുകൂടി തന്റെ ഉറക്കം പോന്ന് തോന്നുന്നേ. കരിമ്പനയുടെ മുകളിലേക്ക് എന്നെ പിടിച്ചുകൊണ്ട് പോയ പോലെ എനിക്ക് തോന്നി. മോൻ പേടിക്കണ്ട, ഇതൊരു കഥയല്ലേ. കഥ പറയാനിരിക്കുന്നതേ ഉള്ളൂ. അത് നിനക്കമ്മ ഈ കവിതയിലൂടെ പറഞ്ഞു തരാം. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. അങ്ങനെ നമ്മുടെ കഥയിലെ നായികയായി നങ്ങേലിക്ക് ആറ്റുനോറ്റൊരുണ്ണി പിറന്നു. നല്ല മിടുമിടുക്കനായൊരുണ്ണി. താഴത്ത് വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്നിങ്ങനെ നങ്ങേലി തന്റെ ഉണ്ണിയെ വളർത്തി. അമ്പിളിമാമനെ കാണിച്ചു കൊടുത്ത് കാക്കയുടെയും പൂച്ചയുടെയും പാട്ടുകൾ പാടിക്കൊടുത്ത് മാമ കൊടുത്തു നങ്ങേലി. എന്തിഷ്ടമായിരുന്നോ നങ്ങേലിക്ക് തന്റെ പൊന്നുണ്ണിയെ. ഉണ്ണിക്കും അങ്ങനെ തന്നെ. അമ്മയെന്നാൽ അവന് ജീവനാ. എനിക്ക് എന്റെ അമ്മയെ ഇഷ്ടമുള്ളതുപോലെ അല്ലേ അമ്മേ? അതെ, അങ്ങനെ പെരുത്തിഷ്ടത്തോടുകൂടി നങ്ങേലി തന്റെ ഉണ്ണിയെ വളർത്തി. പതുക്കെ പതുക്കെ അവൻ ഓരോ വയസ്സ് പിന്നിട്ടു. നങ്ങേലിയുടെ ഉണ്ണിക്കിപ്പോൾ 7 വയസ്സ് കഴിഞ്ഞു. അതാ അവൻ പള്ളിക്കൂടത്തേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളിക്കൂടത്തിലേക്ക് പോകാൻ എനിക്ക് നല്ല ഇഷ്ടമേ. ആ, അങ്ങനെ തന്നെ വേണം. ഇതാ പൊന്നിന്റെ പിടിയുള്ള ഈ കൊച്ചെഴുത്താണി കൂടി കൊണ്ടുപോയിക്കോളും. പിന്നെ ഒരു കാര്യം ഉണ്ണി പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിക്കൂടവും അങ്ങോട്ട് പോകുന്ന വഴികളുമെല്ലാം അമ്മയുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളാ. എൻ്റെ പൊന്നുണ്ണിയെ വഴി തെറ്റിക്കാൻ പല കൂട്ടങ്ങളും അവിടെയൊക്കെ ഉണ്ടാകും. ഒരാപത്തും എൻ്റെ ഉണ്ണിക്ക് വന്നു ചേരരുത്. ശ്രദ്ധിക്കണേ പൊന്നെ. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ഞാൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല. എനിക്കത് കേട്ടാൽ മതി. ഉണ്ണി പോയി വരൂ, അമ്മ ഇവിടെ കാത്തിരിക്കാം. അമ്മ ഇവിടെ ധൈര്യമായിരുന്നോളൂ, ഞാൻ വേഗം പോയി വരാം.
രസമായി വർത്തമാനം പറഞ്ഞിരിക്കാം. നല്ല കുളിർത്ത കാറ്റുണ്ട് ഇവിടെ. വാ നമുക്ക് കളിക്കാം. ആ ഓലെഴുത്താണികളെ കളഞ്ഞേക്ക്. ഹായ്, പെൺകൊടി പറഞ്ഞത് നേരാ. അവിടെ ഇരുന്ന് കളിക്കാനും വർത്തമാനം പറയാനും എന്ത് രസമായിരിക്കുമല്ലേ. ആദ്യമായാണ് ഇത്ര ഭംഗിയുള്ള സ്ഥലം ഞാൻ കാണുന്നത്. ഇതാ നീ പറഞ്ഞതുപോലെ ഈ എഴുത്താണികളെ ഞാൻ കാട്ടിൽ കളയുന്നു. ഓലയെഴുത്താണികളെ ഉണ്ണി കാട്ടിലേക്ക് എറിഞ്ഞു. എഴുത്താണി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതല്ലേ, ഇരുമ്പിന്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെ പോകാനാ? ഇപ്പോൾ എല്ലാം ശരിയായി. ഇനി എനിക്ക് ഉണ്ണിയുടെ അടുത്തേക്ക് പോകാം. മറ്റൊരു സമ്മാനം നൽകി അവനെ പാട്ടിലാക്കാം. നോക്ക്, ബാക്കി കഥ അമ്മ നാളെ പറഞ്ഞു തരാം. പറ്റില്ല, മുഴുവൻ കഥ ഇപ്പോൾ തന്നെ പറഞ്ഞു താഴെ അമ്മേ. ഇത്രക്ക് ഇഷ്ടായോ ഭൂതപ്പാട്ട് എന്റെ മോന്? അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞ കഥയുടെ രസം നഷ്ടപ്പെടില്ലേ? ഇന്നിന് മോൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്, ബാക്കി കഥ അമ്മ നാളെ പറഞ്ഞു തരാം. അമ്മയോ ഒന്ന് കിടക്കട്ടെ, രാവിലെ തുടങ്ങിയ പണികളാ. എന്നാ ശരി അമ്മേ, നമുക്ക് കിടക്കാം. ഭൂതപ്പാട്ടിലെ നങ്ങേലി അമ്മയെ വിട്ട് ഭൂതത്തിന്റെ അടുത്തേക്ക് വഴിതെറ്റിപ്പോയ ഉണ്ണിയെ പോലെ എന്റെ രാഹുൽ മോനും ഈ അമ്മയെ വിട്ട് വഴിതെറ്റി പോവോ? ഇല്ല അമ്മേ, ഞാൻ ഒരിക്കലും വഴിതെറ്റിപ്പോയ അമ്മയെ വിഷമിപ്പിക്കില്ല. ഉണ്ണി അങ്ങനെ പോയപ്പോ നങ്ങേലി അമ്മ എത്ര വിഷമിച്ചിട്ടുണ്ടാകും. എന്റെ അമ്മയും അതുപോലെയല്ലേ. എന്റെ പൊന്നമ്മ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. സത്യം? എങ്കിൽ എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്. ഞാനിത് അമ്മയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുന്നു. ഞാൻ ഒരിക്കലും വഴിതെറ്റിപ്പോയ അമ്മയെ വിഷമിപ്പിക്കില്ല. വാ നമുക്ക് ഉറങ്ങാം. അമ്മ അത് പറഞ്ഞപ്പോൾ അതെന്റെ ഉള്ളിൽ തട്ടി. എനിക്ക് എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം.
പക്ഷെ എന്റെ ഉണ്ണി ഒരിക്കലും ആ വാക്ക് പാലിച്ചില്ല. പണ്ട് ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് പാടിക്കൊടുക്കുമ്പോ ഈ കയ്യെ തൊട്ട് സത്യം ചെയ്തവനാ ഒരിക്കലും വഴിതെറ്റി പോവില്ലെന്ന്. രാഹുൽ, അവനെ നിങ്ങൾക്കിപ്പോ കാണണോ? ഉണ്ണി, നങ്ങേലിയുടെ ഉണ്ണീനെ ഭൂതം പിടിച്ച കഥ അമ്മ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അതിലെ നങ്ങേലിയുടെ അവസ്ഥയിലാ ഞാനിപ്പോ. അരുതുണ്ണി, ഇതൊന്നും ഉപയോഗിക്കരുത്. നങ്ങേലി ഒരു ഉണ്ണി. ഈശ്വര, ഈ ഭൂതങ്ങള് എന്റെ ഉണ്ണിയെ മയക്കി പിടിച്ചോണ്ടായി കാണല്ലോ. എങ്ങനെ ഞാൻ അവനെ രക്ഷിച്ചു കൊണ്ടുവരും? എനിക്കൊന്നും അറിയില്ലല്ലോ. ദൈവങ്ങളെ, നിന്നോട്ടാ പറഞ്ഞില്ലെന്ന് വേണ്ട. മോനെ വാ, നമുക്ക് വല്ല ഡോക്ടറെ അടുത്ത് പോവാം. വാ മോനെ, വാ. നിങ്ങളാണല്ലോ പറഞ്ഞതല്ലേ?
എന്നവന്മാര് കൊറേ തല്ലി. ഓ മേലാകെ ചുറ്റേറിയിട്ട് വയ്യ. അയ്യോ എന്റെ ഉണ്ണി, അമ്മ പറഞ്ഞല്ലേ ഇതിലൊന്നും പോവരുതെന്ന്. ഈ നടപ്പ് നീ ഒന്ന് നിർത്ത്. എന്നെ നോവിച്ചൊരാളെ ഞാൻ വെറുതെ വിടില്ല. അതിപ്പോ പോലീസായാലും എന്തൊക്കെ ഉണ്ടായാലും. മോനെ, ഇനിയും പോലീസിന്റെ കയ്യിൽപ്പെട്ട അവര് നിന്നെ നിർത്ത്, ഇതെല്ലാം നിർത്ത്. അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് വയ്യടാ. തള്ളേ മിണ്ടാണ്ടവിടെ നിന്നോട്ടാ. അവർക്കിട്ട് പണി കൊടുക്കുന്നു പറഞ്ഞ ഞാൻ കൊടുത്തിരിക്കും. എന്റെ സ്റ്റഡി റൂമില് മേശവിരിപ്പിലൊരു ചെറിയ പൊതിയുണ്ട്, അന്ന് എടുത്തിട്ട് വാ. നിങ്ങളോടാ എടുത്തിട്ട് വരാല്ല പറഞ്ഞ പൊതി, അവന്റെ ഒരു പൊതി, അതെല്ലാം ഞാൻ എടുത്ത് കത്തിച്ചു കളഞ്ഞു. ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. കണ്ടില്ലേ ഇതൊക്കെ കഴിച്ചിട്ടുള്ള അവസ്ഥ? പോലീസ്, തല്ല്, ബഹളം, വീട്ടിലൊരു സമാധാനം ഇല്ല. ഇനി ഒരു പൊതിയും ചോദിച്ച് നീ ഇങ്ങോട്ട് വന്നേക്കരുത്. തള്ള കളിക്കാണ്ടാണ് ഞാൻ എടുത്തോണ്ട് വരാനാ പറഞ്ഞ. ഞാനത് കത്തിച്ചു എന്ന് പറഞ്ഞില്ലേ? കത്തിച്ചുന്നാ? എന്ത് കത്തിച്ചുന്നാ? എത്ര മുതലാണെന്നറിയാ നിങ്ങൾക്ക്? കത്തിച്ചൂന്ന് കത്തിച്ചൂന്ന് കത്തിക്കൂ, ഇനിയും കത്തിക്കൂ. അവനവന്റെ മക്കളെ രക്ഷിക്കാൻ എല്ലാ അമ്മമാരും ഇത് തന്നെ ചെയ്യും. ഇനിയും കൊണ്ടെന്നാ അതും നശിപ്പിച്ച് കളയും. ഇനി എന്താ വേണ്ടെന്ന് ഈ കാർത്തികയ്ക്കറിയാം. കത്തിച്ചും ചെയ്തിട്ട് പിന്നെ വച്ചാക്കിതാ. ഇനി ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന അത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ രണ്ട് വൃത്തികെട്ട കണ്ണുകൾ ഉണ്ടാകരുത്. ഇപ്പൊ കണ്ടോ കണ്ണില്ലാണ്ടാവാൻ പോണത്? കണ്ണില്ലാത്ത തള്ള, കണ്ണില്ലാത്ത എന്റെ തള്ള. സന്തോഷത്തോടെ ഞാൻ തന്നെ ഇത് ചെയ്യാം. എന്തിനാണ് അമ്മമാർക്ക് നീ കണ്ട്? എല്ലാ മക്കളും അമ്മമാരെ വേദനിപ്പിക്കുന്നു. ആറ്റുനോറ്റ് വളർത്തിയ മക്കള് വളർന്ന് പേക്കൂത്തുകൾ കാണിച്ച് എല്ലാ അമ്മമാരുടെയും മനസ്സ് തകർക്കണം, കുടുംബത്തിന്റെ സമാധാനം കളയണം. ഇതൊന്നും കാണാൻ ഇനി ഞങ്ങൾക്ക് കണ്ണു വേണ്ട, ഇനി ഞങ്ങൾക്ക് കണ്ണു വേണ്ട. പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം. ഈ ഉണ്ണിയെ ഞാൻ എടുക്കും.
ആവശ്യമാണ് എനിക്ക് എൻ്റെ ഉണ്ണി. അതിനെ തരിക എൻ്റെ ഭൂതമേനി. ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. തെച്ചിക്കോല് പറിച്ചു ഭൂതം, ചേലോട് മന്ത്രം ജപിച്ചു ഭൂതം, മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മാൻപോടൊടുക്ക് നീ തീഭൂതം. പെറ്റ വയറിനെ വഞ്ചിക്കുന്നവരാ പൊട്ടഭൂതം ഇത് ഒന്നു കയർത്താൻ. താപം കൊണ്ട് വിറയ്ക്കുന്നവരാ ശാപത്തിനവൾ കൈകൾ ഉയർത്താൻ. ഞെട്ടിവിറച്ചു പതിച്ചു ഭൂതം, കുട്ടിയെ വേഗം വിട്ടുകൊടുത്ത. ഭൂതം പിടിച്ച ഉണ്ണികളെ കാണാൻ അമ്മയ്ക്ക് ഇനി കണ്ണു വേണ്ട. അമ്മയ്ക്ക് ഇനി കണ്ണു വേണ്ട. അമ്മ ഞാനിതൊന്നും ഉപയോഗിക്കില്ല. അമ്മ ഞാനപയോഗിക്കില്ല. സത്യമായിട്ട് ഞാൻ സാരില്ല, എന്റെ മോന് തിരിച്ചറിവുണ്ടായല്ലോ. അമ്മയ്ക്കത് മതി. അറിയാം. ഇനി എല്ലാം എനിക്ക് അറിഞ്ഞു തുടങ്ങണം അമ്മേ. നിറമേറും മഞ്ഞത്തുകിൽ
ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണനടുത്തു ഉണ്ണിക്കണി കാണാം. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി.